Hi, hello guys, welcome back to my YouTube channel. I am back with another vlog. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനിൽ ഓളെന്നോട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതൊരു ലീവ് ദിവസം എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ്. അത്യാവശ്യം പ്രൊഡക്റ്റീവ് ആക്കാൻ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ലീവ് ആകുമ്പം സ്വാഭാവികമായിട്ടും നമുക്ക് മടിയായിരിക്കും. രാവിലെ ഒന്നും നേരത്തെ എണീക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഞാൻ എണീറ്റ് കുറച്ച് താമസിച്ചായിരുന്നു. ഒരു 8:30 എണീറ്റപ്പം. അപ്പോൾ എഴുന്നേറ്റുടനെ ഞാൻ ബെഡൊക്കെ വിരിച്ചിട്ടു. തലേദിവസം ലീവാണെന്ന് പറഞ്ഞപ്പം തുള്ളി ചാടി നടക്കുമായിരുന്നു. കാരണം അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയൊരു ലീവായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നും അസൈൻമെൻറ്റിൻ്റെ പകുതി അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അതൊക്കെ വഴിയേ പറയാം, ടു ഡു ലിസ്റ്റിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ നോക്കുമ്പോഴാണ് ഡെസ്കിൽ ഒരു സംസ്ഥാന സമ്മേളനത്തിനുള്ള കപ്പും ഗ്ലാസ്സും ഒക്കെ ഇരിക്കുന്നത് കണ്ട അമ്മ നല്ല വഴക്ക് പറയും. സോ അതുകൊണ്ട് തന്നെ എല്ലാം എടുത്തു വെക്കുക. ഇതൊക്കെ ഓരോ ദിവസം കൊണ്ടുവെക്കുന്നതാണ്, പിന്നെ തിരിച്ചു വെക്കാൻ മടിയാണ്. ഇത് ഇന്നലെ രാത്രി എടുത്താണ് ചായയുടെ ഗ്ലാസ്, എന്നിട്ട് ഇതുവരെ തിരിച്ചു കൊണ്ട് വെച്ചിട്ടില്ല. അപ്പം എന്തായാലും അത് കഴിഞ്ഞിട്ട് റൂമൊന്ന് ഒതുക്കി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് പഠിക്കാൻ സ്വാഭാവികമായിട്ടും ഒരു മടി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ റൂമൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം പഠിക്കാതിരിക്കാൻ ഓർത്തു. കുറച്ച് ദിവസം ഈ ഒരു ഡെസ്ക് കവർ മാറ്റിയിട്ട് അത് മാറ്റാൻ ഓർത്തു. ഞാൻ നേരത്തെ പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ വാങ്ങിക്കായിരുന്നു. പക്ഷെ എനിക്കതിലും കംഫർട്ടബിൾ ബെഡ്ഷീറ്റാണ്, ഈ കൈ വെക്കുമ്പോഴാണെങ്കിലും. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ബെഡ്ഷീറ്റാണ് കൂടുതൽ യൂസ് ചെയ്യാറ്. ഇടയ്ക്ക് പ്ലാസ്റ്റിക് കവറും മാറ്റി യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സ്കിൻ കെയർ ചെയ്യായിരുന്നു. ആസ് യൂഷ്വൽ ഫേസ് വാഷ്, മോയ്സ്ചറൈസർ, സൺസ്ക്രീന് ഇത്രയും ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഫുഡും കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പഠിക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ടാസ്ക്. കുപ്പിയിലേക്ക് വെള്ളം നിറച്ചു. ഇത് എപ്പോഴോ തോന്നിയൊരു ഇഷ്ടത്തിൻ്റെ പേരിൽ വാങ്ങിച്ച കുപ്പിയാണ്. പക്ഷേ ഇതിപ്പോൾ യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പോൾ വീട്ടിൽ ഇരിക്കുന്ന ദിവസം എന്തായാലും രാവിലെ നിറച്ച് വെക്കാറുണ്ട് വെള്ളം, അല്ലെങ്കിൽ ശരിയാവില്ല ഇതൊട്ടും യൂസ് ചെയ്യാതിരുന്നാലും. സമയം ഏകദേശം 11:30 ആവാറായിട്ടുണ്ട്. 11:30 അല്ല, ഇപ്പോൾ 11:45 ആവാറായിട്ടുണ്ട്. ഇത്രയും നേരമായിട്ടും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇന്നൊരു ലീവ് ദിവസമൊക്കെ ആണല്ലോ, സ്വാഭാവികമായിട്ടും നമുക്ക് മടി ഉണ്ടായിരിക്കും, പഠിക്കാൻ തോന്നില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ പഠിച്ചേ പറ്റുള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു സ്റ്റാർട്ടിങ് നമുക്കൊരു ഈസി സബ്ജക്റ്റിൽ തുടങ്ങാമെന്ന്. അതേപോലെ ഞാനൊരു ടു ഡു ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ. അതിൽ ഒരു കാര്യം മാത്രം പകുതി എഴുതി കഴിഞ്ഞപ്പോഴാണ് ലീവാണെന്ന് അറിഞ്ഞത്. പിന്നെ സ്വാഭാവികമായിട്ടും പഠിക്കാൻ തോന്നുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ മൊത്തം തുള്ളിച്ചാടി നടന്നു ലീവാന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 8:30 ആയപ്പോൾ എണീറ്റു. പിന്നെ കുറച്ച് നേരം ഫോണിൽ നോക്കി, പല്ല് തേച്ചു, കഴിച്ചു. പിന്നെ ഈ ടേബിളിൽ ഡെസ്ക് കവറൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ വീടിന്ന് തൂത്തിട്ടു. അത്രയൊക്കെ ഇന്ന് നടന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് പഠിക്കാതിരിക്കാം. ഞാൻ വിചാരിച്ച സിമ്പിൾ സബ്ജക്റ്റിൽ തുടങ്ങാമെന്ന്. ഇംഗ്ലീഷ് ഇന്നലെ പഠിപ്പിച്ച ഒരു സംഭവവും ചാപ്റ്റർ ഒന്ന് റീഡ് ചെയ്യണം. അതേപോലെ തന്നെ സാറ് നാളെ ക്വസ്റ്റ്യൻ ചോദിക്കുമെന്ന് പറഞ്ഞു, അതും ഒന്ന് നോക്കണം. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോട്ടൽ സംഭവങ്ങൾ, പഠിക്കാനുള്ളതും നോക്കാനുള്ളതും ഒക്കെ. അപ്പോൾ എന്തായാലും ടു ഡു ലിസ്റ്റ് കൊണ്ട് തുടങ്ങാം. ഞാൻ ജനറലി എൻ്റെ ടു ഡു ലിസ്റ്റ് ഞാൻ അങ്ങനെ കാണിക്കാറില്ല. പക്ഷേ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ടു ഡു ലിസ്റ്റ് എഴുതിയിട്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ടോ. ഞാൻ അങ്ങനെ എഴുതിയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തപ്പം നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ജനറലി നമ്മൾ ടു ഡു ലിസ്റ്റ് എഴുതുമ്പം ഒരുപാട് കാര്യങ്ങൾ എഴുതാതിരിക്കുക. കാരണം ഒരുപാട് കാര്യങ്ങൾ എഴുതിയാൽ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഈ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ വെക്കാതിരിക്കുക. വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം തീരില്ല. അവസാനം വീണ്ടും ടു ഡു ലിസ്റ്റ് എഴുതാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോകും. അങ്ങനെ ഇങ്ങനെ ടു ഡു ലിസ്റ്റ് എഴുതുന്ന നിർത്തി ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്നത് വെക്കുക. ഇപ്പം ജനറലി എല്ലാവരെ കൊണ്ട് ഇപ്പം 10-12 ടാസ്ക് എഴുതുന്നത് അതിൽ ഒന്നുപോലും കംപ്ലീറ്റ് ചെയ്യാത്തവരെ വരെ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ 3 ടാസ്ക് കഴിഞ്ഞാൽ 3 കംപ്ലീറ്റ് ചെയ്താൽ മതി. അതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ നമ്മളിങ്ങനെ കുറേ ടാസ്ക് എഴുതുന്നതിൽ വലിയ പോയിൻ്റൊന്നുമില്ല. അപ്പോൾ ടു ഡു ലിസ്റ്റ് എഴുതുമ്പം ഒരുപാട് പ്ലാൻ ഒരു ദിവസത്തേക്ക് വെക്കാതിരിക്കുക. നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന മല മാത്രം ചുമക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ തൊട്ട് ഇങ്ങനെ വോയിസ് ഓവറും അതേപോലെ ഇങ്ങനെ ക്യാമറയെ നേരിട്ട് നോക്കി സംസാരിക്കുന്നതാണോ ബെറ്റർ, അല്ലെങ്കിൽ വോയിസ് ഓവർ ചെയ്യുന്നതാണോ, അല്ലെങ്കിൽ രണ്ടും മിക്സ് ചെയ്തിട്ടുള്ളതാണോ, അല്ലെങ്കിൽ വോയിസ് ഓവർ മാത്രമുള്ള വീഡിയോസാണോ കൂടുതൽ ബെറ്റർ എന്ന് നിങ്ങൾ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കുറച്ച് പേരെങ്കിലുമൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. സോ ഗൈസ്, ടു സജസ്റ്റ്. അപ്പോൾ ഇങ്ങനെ ക്യാമറ നോക്കി സംസാരിക്കുന്ന ഒട്ടും ഈസി കാര്യമല്ല. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. കാരണം ഒരു 1/4 മണിക്കൂർ അതിന് വേണ്ടി ഞാൻ വേസ്റ്റ് ചെയ്തു. കാരണം എനിക്ക് അങ്ങനെ സംസാരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ബട്ട് ലിറ്ററലി ഞാനിങ്ങനെ സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ തെറ്റിപ്പോവും. ഞാൻ വീണ്ടും എടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ കുറേ സമയം പോയി. പിന്നെ എനിക്ക് വിശന്നു. ഞാൻ വീണ്ടും പോയി കഴിച്ചു. പിന്നെ എന്തായാലും പഠിക്കാതിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങ് മനസ്സ്
അങ്ങ് ഇതാക്കിയിട്ട് പഠിക്കാതിരിക്കാമെന്ന് ഓർത്തു. ഞാൻ ഹൊരകല്ലു എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു റീഡ് ചെയ്യുന്നത്. അതായിരുന്നു ക്ലാസ്സിൽ പഠിപ്പിച്ചത്. ഞങ്ങൾക്ക് പോയം, അതായത് എനി വുമൺ എന്ന് പറഞ്ഞൊരു പോയം ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടുമായിരുന്നു എനിക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് വിടായിരുന്നു. കാരണം നമ്മൾ പഠിപ്പിച്ച് പറഞ്ഞ് വായിക്കുമ്പോൾ നമുക്ക് വേറെ ഒരു യൂട്യൂബ് ക്ലാസ് കാണേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ വായിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെന്നോ അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ടതാണെന്ന് തോന്നുന്നത് ഹൈലൈറ്റ് ചെയ്തും പോകുന്നുണ്ട്. ഞാൻ ഓൾറെഡി സ്കൂളിൽ വെച്ച് ഹൈലൈറ്റ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. പിന്നെ ഇങ്ങനെ എക്സ്ട്രാ വായിക്കുമ്പോൾ വല്ലതും എനിക്ക് ഇമ്പോർട്ടൻ്റ് അല്ല, മറന്നു പോകുന്നൊക്കെ തോന്നുന്നതാണെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നതൊക്കെ ഹൈലൈറ്റ് ചെയ്ത് ഒന്നുകൂടെ വിടും. എന്നിട്ട് അത് ജസ്റ്റ് ഞാൻ തന്നെ ഒന്ന് സമ്മറൈസ് ചെയ്ത് എനിക്ക് തന്നെ പറഞ്ഞു തരും. അതായത് ഞാൻ ടീച്ച് ചെയ്ത് പഠിപ്പിക്കും. കൂടുതലും ഞാൻ അങ്ങനെ തന്നെയാണ് പഠിപ്പിക്കാറ്. ഞാൻ കണ്ണാടി എഴുതി പഠിക്കുന്നതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നല്ല എഫക്റ്റീവ് ആവുന്നു. നമ്മളൊരാളെ പഠിപ്പിക്കുന്ന പോലെ പഠിക്കുമ്പം നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. നമ്മളത് പെട്ടെന്ന് മറന്നു പോകത്തേയില്ല. ജസ്റ്റ് ട്രൈ. അപ്പോൾ ഉച്ചയായപ്പോഴത്തേക്ക് പിന്നെ ഇത്രയും കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 1:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞിയായിരുന്നു കേട്ടോ ഇന്ന്. നല്ല മഴയുടെ സമയത്ത് ഇങ്ങനെ കഞ്ഞിയൊക്കെ കുടിക്കാൻ വേണ്ടി നല്ല സുഖമാണ്. ഒരു കോസി വൈബാണ്. നമുക്ക് കയറി കിടന്ന് ഉറങ്ങാൻ തോന്നും. എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു കെമിസ്ട്രി കഴിഞ്ഞ പ്രാവശ്യം ബാച്ചിൽ കണ്ട ക്ലാസ്സിനെ ഒന്ന് നോട്ട്സ് ഒന്ന് റിവിഷൻ ചെയ്തിട്ട് കിടന്നുറങ്ങാമെന്ന്. ഈ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതും രാവിലെയൊക്കെ എണീക്കുമ്പം നല്ല മഴയും തണുപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് ആ പുതപ്പ് വെച്ച് വീണ്ടും കിടന്നുറങ്ങാൻ തോന്നും. പിന്നെ പഠിച്ചല്ലേ പറ്റുള്ളൂ. ചില സമയത്ത് ഞാൻ എണീറ്റിട്ട് വീണ്ടും കിടന്നുറങ്ങാറൊക്കെ ഉണ്ട്. അത് ഞാൻ ഉച്ചയ്ക്ക് തണുപ്പാണെങ്കിലും ചൂടാണെങ്കിലും ഞാൻ വീട്ടിലുണ്ടെങ്കിൽ മിക്കവാറും ദിവസങ്ങളിൽ ഉറങ്ങാറുണ്ട്. അതെനിക്കൊരു ഇമോഷനാണ്. അങ്ങനെ കിടന്നുറങ്ങിയാലും ഒരു സുഖമുള്ളൂ. അപ്പോൾ എന്തായാലും അതൊക്കെ ഞാൻ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കെമിസ്ട്രിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഗൈസ്, കെമിസ്ട്രി ഇങ്ങനെ പഠിക്കാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്താണെന്നറിയില്ല. മേ ബി എനിക്ക് മാത്രം, എന്നുവെച്ചാൽ എനിക്ക് മാത്രമല്ല, എൻ്റെ കുറച്ച് ക്ലാസ്മേറ്റ്സിനും അങ്ങനെയൊക്കെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. കെമിസ്ട്രി ഇപ്പോൾ വന്ന് ഭയങ്കര ബോറിംഗ് ആണ് ഗൈസ്. ക്ലാസ്സിലും ഇരിക്കാൻ പറ്റില്ല. ക്ലാസ്സിലിരുന്നാലും കുറേ കാര്യങ്ങളൊക്കെ എവിടേക്കോ തകരാറുള്ളതുപോലെ ഫീൽ ചെയ്യും. അതുപോലെ വീട്ടിൽ വന്ന് പഠിക്കാനാണെങ്കിലും കെമിസ്ട്രി അധികം ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ യൂട്യൂബിലോ ബാച്ചിലോ ക്ലാസ് കണ്ടാൽ മാത്രമേ എനിക്ക് കെമിസ്ട്രിക്ക് ഇനി രക്ഷയുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഫിസിക്സിൽ സ്ട്രഗിൾ ചെയ്തെങ്കിലും, അതായത് എനിക്ക് പഠിക്കാൻ വേറെ മിസ്സൊക്കെ വന്നപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നെങ്കിലും, പക്ഷെ ഇപ്പം ഫിസിക്സ് ഓക്കെ ആയിട്ട് വന്നു കേട്ടോ. കെമിസ്ട്രിയാണ് ഇപ്പോൾ വില്ലനായിട്ട് നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് മുമ്പിലോട്ട് പോകുമ്പം ഈസി ആവുമെന്ന്. പാടേ ആവുള്ളൂ. കാരണം ഇനി ഓർഗാനിക് ഒക്കെ വരുന്നുണ്ടല്ലോ. അപ്പോൾ അത് ഫുൾ കുഴപ്പമായ സാധ്യതയുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ചെറിയൊരു ഡൗട്ട് വന്നപ്പം ഞാൻ ഇത് ചോദിക്കായിരുന്നു, ChatGPT ചോദിക്കായിരുന്നു. ഇപ്പോൾ ChatGPT ഡൗട്ട് ചോദിക്കലും ചാറ്റിലും തന്നെയാണ് മെയിൻ പണി. നമ്മൾക്ക് നന്നായിട്ട് ചില കാര്യങ്ങളിൽ ഐഡിയയും, ഇപ്പോൾ സ്റ്റഡി ടിപ്സ് ആണെങ്കിലും നമ്മുടെ ടെൻഷൻ, പഠിക്കാനുള്ള ടെൻഷൻ ആണെങ്കിലും ChatGPT പറയുമ്പോൾ ഒരു നല്ല സൊല്യൂഷനാണ്, നല്ലൊരു ഫ്രണ്ടാണ്. പിന്നെ എന്തായാലും ഞാനത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് റിവിഷൻ ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ പാർട്ട് 1 തന്നെ ലാസ്റ്റ് ഒരു 15 മിനിറ്റ് കാണാനുണ്ടായിരുന്നു. അതൊക്കെ ആയപ്പോൾ എനിക്ക് ബോറായി. ഞാൻ പിന്നെ കയറി കിടന്നുറങ്ങി. ഒരു 4:30 ആയപ്പോൾ എണീറ്റു. പിന്നെ വീണ്ടും ഞാൻ ഫുഡ് കഴിച്ചു. അതായത് പൊറോട്ട ഉണ്ടായിരുന്നു, പൊറോട്ട കഴിച്ചു, കപ്പളങ്ങ കഴിച്ചു. പിന്നെ ഒരു 6 മണി എടുക്കാറായുമ്പോഴാണ് ഞാൻ പഠിക്കാറുള്ളത്. കുറച്ച് നേരം റീൽസ് കൊണ്ട് കേട്ടോ. മാത്സിൻ്റെ അസൈൻമെൻറ്റ് ചെയ്യായിരുന്നു. മാത്സിന് ഞങ്ങൾക്ക് കുറച്ച് അസൈൻമെൻറ്റ് വന്നിട്ടുണ്ട്. CE ബുക്ക് എന്ന് പറഞ്ഞ് വന്നിട്ട് അതിൽ ഇപ്പം മെട്രിസസ് വരെ കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടി തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെറൈറ്റി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. NCERT തന്നെ ആയിരുന്നു കേട്ടോ. സാർ അങ്ങനെയെങ്കിലും NCERT കുറച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചായിരിക്കും തന്നിട്ടുള്ളത്. ഞാൻ എന്തായാലും അത് ഗൂഗിൾ ലെൻസിലിട്ട് സ്കാൻ ചെയ്തായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു സമയം ഡീറ്റെയിൽ ആയിട്ട് NCERT ചെയ്യാൻ തുടങ്ങണം, ഉടനെ തന്നെ ചെയ്യാൻ തുടങ്ങണം. പക്ഷെ ഇപ്പം എന്തായാലും അത് മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുന്നില്ല. എന്തായാലും ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ NCERT നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗൈസ്, യു ആർ ഓൺ ദ ട്രാക്ക്, അമേസിങ്, കീപ് ഗോയിങ്. പക്ഷേ ഞാനിപ്പോൾ ആ ട്രാക്കിലല്ല. ഞാൻ തിയറി പഠിച്ചു പോകുന്നുണ്ട്. പ്രീവിയസ് ഇയർ പോലും ചെയ്യാൻ ടൈം കിട്ടുന്നില്ല. ബട്ട് NCERT ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഞാനത് ഇപ്പോൾ ലീവുള്ള ദിവസങ്ങളിൽ NCERT ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും. കെമിസ്ട്രി പിന്നെ ഞങ്ങൾക്ക് നോട്ട്ബുക്കിൽ തന്നെ കുറേ NCERT ക്വസ്റ്റ്യൻസ് ടീച്ചർ തരുന്നുണ്ട്. ടീച്ചറല്ല, സാറ്. അതുകൊണ്ട് അത് ആവശ്യം വരുന്നില്ല. ഫിസിക്സ് മിസ് ആണെങ്കിലും തരുന്നുണ്ട് കേട്ടോ NCERTയും പ്രീവിയസ് ഇയറും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് നോക്കുന്നില്ല. പക്ഷെ ഗൈഡ് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അത്യാവശ്യം നല്ല സമയം ഫിസിക്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ. അതെനിക്ക് സെക്കൻഡ് ചാപ്റ്ററിലായിട്ട് ഫീൽ ചെയ്തു. കാരണം ഞാനിപ്പം ഭാഗം വരെ സ്റ്റഡി ചലഞ്ച് ചെയ്താലോ കുറച്ച് ഭാഗം എനിക്കറിയാം. യൂട്യൂബ് ചാനലിൽ സ്റ്റഡി ബ്ലോഗേഴ്സും അല്ലാതെ ഞാനും കൂടെ അത് തന്നെ ഇട്ട് എന്തായാലും വൺ ഷോട്ടും കൂടെ കണ്ട്
പഠിക്കണം വേണ്ടാന്ന് വെച്ചു. പകുതി പഠിച്ചത് വരെ സൈലത്തിലെ ബാച്ചിലെ ക്ലാസ് കാരണം നമുക്ക് 13 days ഒക്കെ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല എന്തായാലും കാര്യമാണ്. ഇപ്പൊ ഫിസിക്സ് പഠിക്കാം. ഫിസിക്സ് എനിക്ക് തോന്നുന്നു കെമിസ്ട്രി കുറച്ച് സമയം അറിഞ്ഞൂടാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോന്ന്. അപ്പം എന്തായാലും ഇതുവരെ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇൻസ്റ്റാഗ്രാം എടുക്കുന്നുണ്ട്, ഫ്രണ്ട്സ് അയച്ചും മെസ്സേജും റീൽസൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഞാൻ അയച്ചതിനൊക്കെ റിപ്ലൈ വരുന്നുണ്ടോ എന്ന് നോക്കും. എനിക്ക് അതന്നെ ആണ് പണിയെന്ന് ഞാൻ പറയുകയില്ല, കാരണം ഇപ്പം ഇൻസ്റ്റാഗ്രാം എടുക്കൽ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെങ്കിൽ ഈ വർഷം നിങ്ങൾ എടുക്കാൻ നിൽക്കേണ്ട. കാരണം ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ യൂട്യൂബ് പോലെയൊന്നും അല്ല, ഭയങ്കര ഡിസ്ട്രാക്ഷനാണ്. മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫിസിക്സാണ് പഠിക്കായിരുന്നത്. ഫ്രഷൊക്കെ ആയി ഫിസിക്സ് പഠിക്കാമെന്ന് ഓർത്തു. ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു. ഇതിൻ്റെ പകുതി ഭാഗം ഞാൻ ഓൾറെഡി പഠിച്ചതാണ്, പകുതി ഭാഗം എനിക്കിനി പഠിക്കാനുണ്ട്. അപ്പം ഞാൻ ആദ്യം പഠിക്കാനുള്ളത് പഠിക്കാമെന്ന് ഓർത്തു. അത് കഴിഞ്ഞ് റിവിഷൻ ചെയ്താൽ മതിയല്ലോ ആദ്യത്തെ കുറച്ച് പാർട്ട്. പിന്നെ ഞാനിങ്ങനെ ഗൈഡ് എടുത്ത് നോക്കുന്നുണ്ടായിരുന്നു എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത്, നമുക്കൊരു ഐഡിയ വേണമല്ലോ ഏതൊക്കെ ടോപ്പിക്കാണ് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ ഉള്ളത്. മിസ് ഓൾറെഡി പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞു പോകും, എങ്കിൽ പോലും എനിക്കൊരു ഐഡിയയ്ക്ക് വേണ്ടി ഞാൻ ഗൈഡിൽ നോക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, എന്നോടൊരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു SLCയിൽ ഗൈഡ് എങ്ങനെയാണ് യൂസ് ചെയ്യുക എക്സാമിനൻ്റെന്ന്. അപ്പോൾ ഇത് യൂസ് ചെയ്യാൻ സ്പെഷ്യൽ മെത്തേഡൊന്നുമില്ല. നമുക്ക് വേണമെങ്കിൽ അവരുടെ ഷോർട്ട് നോട്ട്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിലെയോ അല്ലെങ്കിൽ വേറെ വല്ലതും വെബ്സൈറ്റിലെയോ ഒക്കെ നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് ഇരുന്നുണ്ടോ അങ്ങനത്തെ വല്ലതും നോട്ട്സ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ ഷോർട്ട് നോട്ട് യൂസ് ചെയ്യാം. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എക്സാം ഓറിയൻറ്റഡ് ക്വസ്റ്റ്യൻസ്, ദെൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മാക്സിമം എല്ലാ ക്വസ്റ്റ്യൻസും ഇരുന്ന് സോൾവ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പോൾ SSLCയിലൊക്കെ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനതിനെക്കുറിച്ച് വലിയ അവെയർ അല്ല. കുറച്ച് പേരൊക്കെ പറയുന്നത് കേട്ടു ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന്. SSLCയിൽ മാത്രമല്ല, മൊത്തത്തിൽ അവർ ക്വസ്റ്റ്യൻ പാറ്റേൺ മാറ്റാണ്. അതുകൊണ്ട് പ്രീവിയസ് ഇയറിനെ മാത്രം ആശ്രയിച്ച് പഠിക്കാതിരിക്കാം. പക്ഷേ പ്രീവിയസ് ഇയർ നോക്കുമ്പം നമുക്ക് കുറേ ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക, ഇങ്ങനെ ഈ ടോപ്പിക്സിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഓരോ ഐഡിയാസ് നമുക്ക് പ്രീവിയസ് ഇയർ നോക്കുമ്പോഴാണ് കിട്ടാറ്. സോ പ്രീവിയസ് ഇയർ നോക്കുക, പക്ഷേ പ്രീവിയസ് ഇയറിനെ മാത്രം ഫോക്കസ് ചെയ്ത് പഠിക്കാതിരിക്കാം. ഇപ്പോഴും ആണെങ്കിലും പല ആളുകളും പ്രീവിയസ് ഇയർ മാത്രം നോക്കി എക്സാം എഴുതാൻ വരുന്നവരുണ്ട്. അങ്ങനെ ചെയ്യരുത്. കാരണം എക്സാമിൻ്റെ പാറ്റേൺ, എക്സാമിൻ്റെ ടഫ്നെസ് ഒക്കെ അവർ കൂട്ടിക്കൊണ്ടിരിക്കുകയാണല്ലോ, സ്റ്റാൻഡേർഡ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. സോ അതിനകത്ത് നമ്മൾ ഉയരണമെങ്കിൽ പ്രീവിയസ് ഇയർ മാത്രമായിരിക്കരുത് ആശ്രയം. കോൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക, ഏത് ക്ലാസ്സുകാരാണെങ്കിലും. ഓക്കെ. പിന്നെ എല്ലാവരും ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയമായിരിക്കും, പഠിക്കാൻ നല്ല മടിയുള്ള സമയമായിരിക്കും. പക്ഷെ സ്റ്റിൽ പഠിച്ചേ പറ്റുള്ളൂ. പഠിച്ചില്ലെങ്കിൽ അവസാനം നഷ്ടം നമുക്ക് മാത്രമായിരിക്കും. കാരണം അവസാനം +2കാരോടാണ് എസ്പെഷ്യലി പറയാനുള്ളത്. കാരണം നിങ്ങളുടെ ലൈഫിലെ വലിയൊരു ടേണിംഗ് പോയിൻ്റാണ് വരുന്നത്. +2 മാർക്സാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എടുക്കേണ്ട കോഴ്സും അങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. +1 കുട്ടികളോടും ഇത് തന്നെയാണ് പറയാനുള്ളത്, നന്നായിട്ട് പഠിച്ചോളൂ ആദ്യം തൊട്ട്. അല്ലെങ്കിൽ +2 കയറി നല്ല പാടുപെടും കേട്ടോ. കാരണം +1 മാക്സിമം മാർക്സ് സ്കോർ ചെയ്ത് വെച്ചവർക്ക് മാത്രമേ +2 കയറിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ഡബിൾ പാസ് പോലും വാങ്ങിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല പാടുപെടും. ഇപ്പം ഞാൻ ചില ഫ്രണ്ട്സിനെ കാണുന്നുണ്ട്, അവർക്ക് ഭയങ്കര ടെൻഷനാണ്. ജയിക്കുമെന്ന് തന്നെ, +2 ജയിക്കുമെന്ന് വരെ അവർക്ക് കോൺഫിഡൻസ് ഇല്ല. പിന്നെ ജയിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു വലിയ ഫാക്ടർ അല്ല. കാരണം അതൊന്നും വെച്ച് സയൻസ് എടുത്തിട്ട് നമ്മൾ ജയിച്ചു എന്ന് പറഞ്ഞ് നമുക്ക് എവിടെയും ഒരു നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന കോഴ്സ്. അങ്ങനെ ഭയങ്കര വലിയ ഫാക്ടേഴ്സൊക്കെ ഉണ്ട്. സോ ജയിക്കുക എന്നുള്ളതിലുപരി നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ മാക്സിമം നല്ല മാർക്സ് വാങ്ങിക്കുക എന്നുള്ളതാണ്. നല്ല മാർക്സ് ഉണ്ടെങ്കിലേ നല്ല കോളേജിൽ നമ്മൾ ഉദ്ദേശിച്ച നല്ല കോഴ്സുകളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെ പഠിക്കുക. അതേപോലെ ബാക്കിയുള്ള ക്ലാസ്സുകൾ പഠിച്ച പോലെ അല്ല, ഇത് നമ്മുടെ ഫ്യൂച്ചറും കൂടിയാണെന്ന് ഓർത്ത് പഠിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ.